ഇന്ന് ബേസിക് സയൻസ് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് പുതിയ സിലബസ് അനുസരിച്ചുള്ള ഒന്നാമത്തെ ചാപ്റ്ററിലെ രണ്ടാമത്തെ ഭാഗം നോക്കാം. കഴിഞ്ഞ ഭാഗം നമ്മൾ ലെയറിംഗ് ആണ് പഠിച്ചത്. അതായത് പുതിയ തൈകൾ പെട്ടെന്ന് കായ്ഫലം തരുന്ന പുതിയ തൈകൾ ഉണ്ടാക്കുന്ന ഒരു മാർഗമായ ലെയറിങ്ങിനെ കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് ഗ്രാഫ്റ്റിംഗ് അഥവാ കമ്പൊട്ടിക്കൽ അതെങ്ങനെയെന്ന് നോക്കാം. പേജ് നമ്പർ 13 ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. നിറയെ മാങ്ങയൊക്കെ ഉണ്ടായി നിൽക്കുന്ന ഒരു മാവിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു തൈ വേണം. അത് പതിവയ്ക്കൽ വഴി, അതായത് ലെയറിംഗ് വഴി ഉണ്ടാക്കാൻ കഴിയും. മാവിൻ്റെ കൊമ്പിലാണെങ്കിലോ വേര് പിടിപ്പിക്കാൻ പ്രയാസമാണ്. വിത്ത് നട്ടാൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞാലാണ് ഈ മാവ് കായ്ക്കും പൂക്കുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഈ മാവിന്, അതായത് ഈ മാമ്പഴത്തിന്, മാങ്ങയ്ക്ക് ഈ മദർ പ്ലാന്റിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടണമെന്നും ഇല്ല. അപ്പോൾ ഈ മദർ പ്ലാന്റിൻ്റെ, ഈ മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടുന്ന ഒരു തൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 2 മാവിൻ്റെ ചിത്രങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നാടൻ മാവ്, 2 നീലം മാവ്. അപ്പോൾ ഈ 2 ഇനം മാവുകളുടെ സവിശേഷതകൾ പട്ടികയിൽ നൽകിയിട്ടുണ്ട്. അതൊന്ന് നോക്കാം. അപ്പോൾ ഈ നാടൻ മാവ് താരതമ്യേന ചെറിയ മാങ്ങയായിരിക്കും. പിന്നെ പുളിയുള്ളതോ മധുരമുള്ളതോ ആയ മാങ്ങയാണ്. പിന്നെ നമ്മുടെ മണ്ണിൽ നന്നായി വളരും. പ്രത്യേക പരിചരണം ആവശ്യമില്ല. നാടൻ മാവിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ക്യാരക്ടറിസ്റ്റിക് എന്തൊക്കെയാണ്? താരതമ്യേന ചെറിയ മാങ്ങ, പിന്നെ പുളിയുള്ളതോ മധുരമുള്ളതോ ആയിരിക്കും. പിന്നെ നമ്മുടെ മണ്ണിൽ നന്നായി വളരും. പ്രത്യേക പരിചരണം ആവശ്യമില്ല. പ്രത്യേകിച്ച് നമുക്ക് പരിപാലിക്കേണ്ട കാര്യമൊന്നും ഇല്ല. പിന്നെ നീലമാവ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മാങ്ങ വളരെ വലുതായിരിക്കും. വലിയ മാങ്ങയാണ്. പിന്നെ നല്ല മധുരമുള്ള മാങ്ങയാണ്. പിന്നെ നമ്മുടെ മണ്ണിൽ നന്നായി വളരില്ല. പിന്നെ നല്ല പരിചരണം വേണം. നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം. അപ്പോൾ നീലമാവിൻ്റെ പ്രത്യേകതകൾ: വലിയ മാങ്ങയാണ്, നല്ല മധുരമുള്ള മാങ്ങയാണ്, നമ്മുടെ മണ്ണിൽ നന്നായി വളരില്ല, നല്ല പരിചരണം വേണം. മുകളിലത്തെ ബോക്സിലൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിക്കാം. വേര് മുളപ്പിക്കൽ ഇങ്ങനെയും. തണ്ട് ഉപയോഗിച്ചുള്ള കായിക പ്രജനന രീതിയുടെ വിജയസാധ്യത പരമാവധി കൂട്ടാൻ ആക്സിൻ പോലുള്ള സസ്യ ഹോർമോണുകൾ അടങ്ങിയ ലായനിയിൽ വേര് മുളയ്ക്കേണ്ട കാണ്ഡഭാഗം മുക്കിവെച്ച് വേഗത്തിൽ വേര് പിടിപ്പിക്കുന്ന രീതി ഇന്ന് നിലവിലുണ്ട്. അതായത് തണ്ട് ഉപയോഗിച്ചുള്ള കായിക പ്രജനന രീതിയുടെ വിജയസാധ്യത പരമാവധി കൂട്ടാൻ ആക്സിൻ പോലുള്ള സസ്യ ഹോർമോണുകൾ അടങ്ങിയ ലായനിയിൽ വേര് മുളയ്ക്കേണ്ട കാണ്ഡഭാഗം മുക്കിവെച്ച് വേഗത്തിൽ വേര് പിടിപ്പിക്കുന്ന രീതി ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ ആ സസ്യ ഹോർമോണിൻ്റെ പേരെന്താണ്? ആക്സിൻ. സസ്യ ഹോർമോണുകൾ അടങ്ങിയ ലായനി ആക്സിൻ. അപ്പോൾ ഇതൊക്കെ ചെറിയ ബോക്സ് കൊടുത്തിരിക്കുന്നതൊക്കെ വായിക്കണം. അതൊക്കെ ചെറിയ ചോദ്യങ്ങളായിട്ട് വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ 2 മാവിനെ കുറിച്ചാണ്. നാടൻ മാവും നീലമാവും, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ, അതായത് ഇനി ഈ 2 മാവിൻ്റെയും ഗുണങ്ങളുള്ള ഒരു പുതിയ തൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നീലമാവിൻ്റെ ഒരു കമ്പ് നാടൻ മാവിൻ്റെ തൈയിൽ വച്ച് പിടിപ്പിച്ച് പുതിയ തൈ ഉണ്ടാക്കിയ ആ മാവിന് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടാവും? അതായത് നീലമാവിൻ്റെ ഒരു കമ്പ് നാടൻ മാവിൻ്റെ തൈയിൽ വച്ച് പിടിപ്പിച്ച് ഒരു പുതിയ തൈ ഉണ്ടാക്കിയ ആ മാവിന് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടാകും? നമ്മുടെ മണ്ണിൽ നന്നായി വളരും. നീലമാവിൻ്റെ മാങ്ങ ലഭിക്കും. പിന്നെയോ ആ നീലമാവിൻ്റെ ഗുണങ്ങളോട് കൂടിയ മാങ്ങ തന്നെ ലഭിക്കും. പിന്നെ ശക്തമായ വേരുപടലം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ മണ്ണിൽ നന്നായി വളരും, നീലമാവിൻ്റെ മാങ്ങ ലഭിക്കും, ശക്തമായ വേരുപടലം ഉണ്ടാകും. പിന്നെ ഇനി കമ്പൊട്ടിക്കാം. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഗ്രാഫ്റ്റിംഗ് എന്നുള്ളത് നോക്കാം. കമ്പൊട്ടിക്കൽ എങ്ങനെയാണെന്ന് നോക്കാം. 6 മാസം മുതൽ 1 വർഷം വരെ പ്രായമുള്ള ഒരു മൂവാണ്ടൻ മാവിൻ്റെ തൈ തിരഞ്ഞെടുക്കുക. അതായത് 6 മാസം മുതൽ 1 വർഷം വരെ പ്രായമുള്ള ഒരു മൂവാണ്ടൻ മാവിൻ്റെ തൈ തിരഞ്ഞെടുക്കുക. വേരോട് കൂടിയ ഈ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നു. വേരോട് കൂടിയ ചെടിയെ പറയുന്നത് റൂട്ട് സ്റ്റോക്ക്. നല്ല കായ്ഫലമുള്ള നീലമാവിൽ നിന്ന് റൂട്ട് സ്റ്റോക്കിൻ്റെ അതേ വണ്ണമുള്ള ഒരു കമ്പ് മുറിച്ചെടുക്കുക.
ഇതിനെ സയൺ എന്ന് പറയുന്നു. അപ്പോൾ നല്ല കായ്ഫലമുള്ള നീലമാവിൽ നിന്ന് റൂട്ട് സ്റ്റോക്കിൻ്റെ അതേ വണ്ണമുള്ളൊരു കമ്പ് മുറിച്ചെടുക്കുക. ഇതിനെ സയൺ എന്ന് പറയുന്നു. പുതിയ മുകുളങ്ങൾ വരാൻ തുടങ്ങിയ കമ്പാണ് സയൺ ആയി തിരഞ്ഞെടുക്കേണ്ടത്. പുതിയ മുകുളങ്ങൾ വരാൻ തുടങ്ങിയ കമ്പാണ് സയൺ ആയി തിരഞ്ഞെടുക്കേണ്ടത്. കമ്പൊട്ടിക്കാനായി റൂട്ട് സ്റ്റോക്കിൻ്റെ അടിവശത്തു നിന്ന് 15 സെൻറ്റിമീറ്റർ മുകളിൽ വെച്ച് മുറിച്ചു മാറ്റണം. അപ്പോൾ ഈ കമ്പൊട്ടിക്കുവാൻ വേണ്ടി റൂട്ട് സ്റ്റോക്കിൻ്റെ അടിവശത്തു നിന്ന് 15 സെൻറ്റിമീറ്റർ മുകളിൽ വെച്ച് മുറിച്ച് മാറ്റണം. റൂട്ട് സ്റ്റോക്കിൻ്റെ ഈ ഭാഗത്ത് നടുവിൽ കത്തി ഉപയോഗിച്ച് 4 സെൻറ്റിമീറ്റർ നീളത്തിൽ താഴേക്ക് മുറിക്കുക. അതായത് റൂട്ട് സ്റ്റോക്ക് എന്താണെന്ന് പറഞ്ഞല്ലോ. റൂട്ട് സ്റ്റോക്ക് എന്താണ്? വേരോട് കൂടി ഈ ചെടി, അതായത് 6 മാസം മുതൽ 1 വർഷം വരെ പ്രായമുള്ള ഒരു മൂവാണ്ട മാവിൻ്റെ തൈ തിരഞ്ഞെടുക്കുന്നു. വേരോട് കൂടി ഈ ചെടിയാണ് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൂട്ട് സ്റ്റോക്കിൻ്റെ ഈ ഭാഗത്ത് നടുവിൽ കത്തി ഉപയോഗിച്ച് 4 സെൻറ്റിമീറ്റർ നീളത്തിൽ താഴേക്ക് മുറിക്കുക. 4 സെൻറ്റിമീറ്റർ നീളത്തിൽ താഴേക്ക് മുറിക്കുക. സയണിൻ്റെ അടിഭാഗം, അതായത് നിങ്ങൾ ചിത്രം നോക്കണം. ചിത്രം നോക്കിയാലാണ് അത് മനസ്സിലാവുള്ളൂ. പേജ് നമ്പർ 14 ചിത്രം നോക്കണം. സയണിൻ്റെ അടിഭാഗം 2 വശവും ചിത്രത്തിൽ കാണുന്നത് പോലെ ചരിച്ച് ചെത്തണം. ചിത്രം നോക്കുമ്പോൾ മനസ്സിലാകും. റൂട്ട് സ്റ്റോക്കിൽ ഉണ്ടാക്കിയ വിടവിലേക്ക് സയൺ തിരികെ വെച്ച് പോളിത്തീൻ ടേപ്പ് ഉപയോഗിച്ച് ചുറ്റിക്കെട്ടണം. സയൺ സ്റ്റോക്കിനോട് ഒട്ടി വളർന്നു കഴിഞ്ഞാൽ ചെടി സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റി നടാം. അപ്പോൾ റൂട്ട് സ്റ്റോക്കിൽ ഉണ്ടാക്കിയ ഈ വിടവിലേക്ക് സയൺ തിരികെ വെച്ച് പോളിത്തീൻ ടേപ്പ് ഉപയോഗിച്ച് ചുറ്റിക്കെട്ടണം. പോളിത്തീൻ ടേപ്പ് ഉപയോഗിച്ച് ചുറ്റിക്കെട്ടണം. സയൺ സ്റ്റോക്കിനോട് ഒട്ടി വളർന്നു കഴിഞ്ഞാൽ ചെടി സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റി നടാം. അപ്പോൾ ഈ ഗ്രാഫ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചെടി 6 മാസം മുതൽ 1 വർഷം വരെ പ്രായമുള്ള മാവിൻ തൈ ആയിരിക്കണം. അതായത് നാടൻ മാവ്. അതാണ് ഈ വേരോട് കൂടി ഈ ചെടിയാണ് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഏത് മാവായിട്ടാണ്? നല്ല കായ്ഫലമുള്ള നീലമാവ് അല്ലേ. ഇതിൽ നിന്ന് നീലമാവിൽ നിന്ന് റൂട്ട് സ്റ്റോക്കിൻ്റെ അതേ വണ്ണമുള്ള ഒരു കമ്പ് മുറിച്ചെടുക്കുക. ഇതിനെ സയൺ എന്ന് പറയുന്നു. പുതിയ മുകുളങ്ങൾ വരാൻ തുടങ്ങിയ കമ്പാണ് സയണായി തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെയോ 15 സെൻറ്റിമീറ്റർ നീളത്തിൽ റൂട്ട് സ്റ്റോക്കിൻ്റെ അടിവശത്ത് നിന്ന് മുറിച്ച് മാറ്റണം. റൂട്ട് സ്റ്റോക്കിൻ്റെ ഈ ഭാഗത്ത് നടുവിൽ കത്തി ഉപയോഗിച്ച് 4 സെൻറ്റിമീറ്റർ നീളത്തിൽ താഴേക്ക് മുറിക്കുക. സൈഡിൻ്റെ അടിഭാഗം 2 വശവും ചിത്രത്തിൽ കാണുന്നത് പോലെ, ചിത്രം നോക്കിയാൽ മനസ്സിലാവുള്ളൂ, ചിത്രത്തിൽ കാണുന്നത് പോലെ ചെരിച്ച് ചെത്തണം. റൂട്ട് സ്റ്റോക്കിൽ ഉണ്ടാക്കിയ വിടവിലേക്ക് സയൺ തിരികെ വെച്ച് പോളിത്തീൻ ടേപ്പ് ഉപയോഗിച്ച് ചുറ്റിക്കെട്ടണം. സയൺ സ്റ്റോക്കിനോട് ഒട്ടി വളർന്നു കഴിഞ്ഞാൽ ചെടി സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റി നടാം. ഗ്രാഫ്റ്റിംഗ് എന്താണ്? ഗ്രാഫ്റ്റിൻ്റെ ഡെഫിനിഷൻ, നിർവചനം എന്ന് പറയുന്നത് കമ്പൊട്ടിക്കൽ. ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് കമ്പൊട്ടിക്കൽ. അതിൻ്റെ നിർവചനം ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ. ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ സയൺ എന്നും പറയുന്നു. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ്. ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ സയൺ എന്നും പറയുന്നു. അപ്പോൾ റൂട്ട് സ്റ്റോക്ക് എന്താണെന്നും സയൺ എന്താണെന്നും ഗ്രാഫ്റ്റിംഗ് എന്താണെന്നും പഠിക്കുക. കമ്പൊട്ടിക്കൽ വഴി, ഈ ഗ്രാഫ്റ്റിംഗ് വഴി തൈ ഉണ്ടാക്കുന്നതിൻ്റെ നേട്ടങ്ങൾ എന്തെല്ലാമാണ്? അത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതണം. എന്തൊക്കെ നേട്ടങ്ങളായിരിക്കും ഈ ഗ്രാഫ്റ്റിംഗ് വഴി? അതായത് ഫലത്തിന് നല്ല ഗുണനിലവാരം ഉണ്ടാകും. പിന്നെയോ വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. പിന്നെ അതായത് കീടങ്ങളെയൊക്കെ പ്രതിരോധിക്കും. രോഗപ്രതിരോധ ശേഷി ഉണ്ടാകും. അപ്പോൾ വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ആ തൈക്ക്, ആ സസ്യത്തിന് രോഗപ്രതിരോധ ശേഷി ഉണ്ടാകും. ഫലത്തിന് നല്ല ഗുണനിലവാരം ഉണ്ടാകും. പിന്നെ കീടങ്ങളെയെല്ലാം പ്രതിരോധിക്കും. പിന്നെ ഇനി അടുത്തത് മുകുളം ഒട്ടിക്കലാണ്, ബഡ്ഡിങ്. അടുത്തത് എന്താണ്? മുകുളം ഒട്ടിക്കൽ.
അടുത്തത് ബഡ്ഡിംഗ്, മുകുളം ഒട്ടിക്കൽ. ബഡ്ഡിംഗ് എന്ന് പറഞ്ഞാൽ മുകുളം ഒട്ടിക്കൽ. കമ്പിന് പകരം മുകുളം, ബഡ്, അതെടുത്ത് പുതിയ തൈ ഉണ്ടാക്കുന്നത്. നഴ്സറികളിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന റബ്ബർ തൈകൾ കണ്ടിട്ടില്ലേ? റബ്ബർ തൈകളുടെ പരസ്യം കൊടുത്തിട്ടുണ്ട്. മികച്ച തൈകൾ, മിതമായ വിലയ്ക്ക്, കൂടുതൽ ഉൽപ്പാദനം, കട്ടിയുള്ള പാൽ എന്നിവയൊക്കെ പറഞ്ഞൊരു പരസ്യം കൊടുത്തിട്ടുണ്ട് റബ്ബർ നഴ്സറി. അപ്പോൾ ഇത് ബഡ് തൈകളുടെ പരസ്യമാണ്. അപ്പോൾ ഈ നാടൻ റബ്ബർ തൈകളെ അപേക്ഷിച്ച് ഇവയ്ക്കുള്ള മേന്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ എങ്ങനെയാണ് ഈ ബഡ് തൈകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ കമ്പിന് പകരം മികച്ച ഇനം റബ്ബറിൻ്റെ മുകുളമാണ് സയൻ ആയി എടുക്കുന്നത്. ഇവിടെ കമ്പിന് പകരം, നമ്മൾ മാവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കമ്പാണ് സയൻ ആയി എടുത്തത്. ഇവിടെയോ റബ്ബറിൻ്റെ മുകുളം, ബഡാണ് സയനായി എടുക്കുന്നത്. ഇത് സ്റ്റോക്കിൽ ഒട്ടിക്കുന്നു, റൂട്ട് സ്റ്റോക്കിൽ. ഇത് ആ സ്റ്റോക്കിൽ ഒട്ടിക്കുന്നു. കറക്റ്റ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ബഡ്ഡിംഗ്, മുകുളം ഒട്ടിക്കൽ എന്നതിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ താഴെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ. എന്താണ് ബഡ്ഡിംഗ്? ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ അഥവാ ബഡ്ഡിംഗ്. ഇനി ഈ രീതിയിലൊരു പ്ലാവിൻ തൈ ഉൽപ്പാദിപ്പിച്ചാലോ അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ബഡ്ഡിംഗ് വഴി ഒരു പ്ലാവിൻ തൈ ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിൽ 4 ഘട്ടങ്ങളുണ്ട്. സ്റ്റേജ് 1, 2, 3, 4 അങ്ങനെ 4 സ്റ്റേജുണ്ട്. സ്റ്റേജ് 1, നല്ല ഇനം പ്ലാവിൻ്റെ ശിഖരത്തിൽ നിന്ന് മുകുളം തൊലിയോടുകൂടി ചെത്തിയെടുക്കുക. ഇതാണ് സയൻ. പിക്ചർ കൊടുത്തിട്ടുണ്ട്, സൈഡിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ഘട്ടം എന്താണ്? സ്റ്റേജ് 1 എന്താണ്? നല്ല ഇനം പ്ലാവിൻ്റെ ശിഖരത്തിൽ നിന്ന് മുകുളം തൊലിയോടുകൂടി ചെത്തിയെടുക്കുക. ഇതാണ് സയൻ. ഇനി സ്റ്റേജ് 2, ചട്ടിയിലോ ഗ്രോ ബാഗിലോ വളർത്തിയ നാടൻ ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈയിൽ നിന്ന് മുകുളം ഒട്ടിക്കാനുള്ള സ്ഥലത്തെ പുറംതൊലി ചെത്തിമാറ്റുക. അതായത് ചട്ടിയിലോ ഗ്രോ ബാഗിലോ വളർത്തിയ നാടൻ ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈയിൽ നിന്ന്, അഥവാ റൂട്ട് സ്റ്റോക്ക്, ബ്രാക്കറ്റിൽ റൂട്ട് സ്റ്റോക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്, മുകുളം ഒട്ടിക്കാനുള്ള സ്ഥലത്തെ പുറംതൊലി ചെത്തിമാറ്റുക. ഇനി സ്റ്റേജ് 3, റൂട്ട് സ്റ്റോക്കിൽ തൊലി നീക്കിയ ഭാഗത്ത് സയൻ വെച്ച് മുകുളം പുറത്തു കാണുന്ന വിധം പോളിത്തീൻ ടേപ്പ് കൊണ്ട് പൊതിഞ്ഞു കെട്ടുക. സ്റ്റേജ് 3 റൂട്ട് സ്റ്റോക്കിൽ തൊലി നീക്കിയ ഭാഗത്ത് സയൻ വെച്ച് മുകുളം പുറത്തു കാണുന്ന വിധം പോളിത്തീൻ ടേപ്പ് കൊണ്ട് പൊതിഞ്ഞു കെട്ടുക. ഇനി സ്റ്റേജ് 4, മുകുളം നന്നായി വളരാൻ തുടങ്ങിയ സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റുക. മുകുളം വളർന്നതിന് ശേഷം ഈ തൈ പറമ്പിലേക്ക് മാറ്റി നടാം. മുകുളം നന്നായി വളരാൻ തുടങ്ങിയാൽ സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റുക. മുകുളം വളർന്നതിന് ശേഷം ഈ തൈ പറമ്പിലേക്ക് മാറ്റി നടാം. അപ്പോൾ അത് ചിത്രം നോക്കിയാലാണ് അത് മനസ്സിലാവുള്ളൂ. പേജ് നമ്പർ 16, 16 പിക്ചർ കറക്റ്റായിട്ട് നിരീക്ഷിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്റ്റേജ് 1, 2, 3, 4 എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ബഡ്ഡിങ് ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഇനി ഇതുപോലെ തന്നെ ഒരു നാടൻ റോസ് ചെടിയിൽ പലതരം റോസ് ചെടികളുടെ ഈ ബഡൊക്കെ ഒട്ടിച്ചു ചേർത്ത് ജൈവ വൈവിധ്യോദ്യാനത്തിൽ നട്ടു വളർത്തു. അപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ട എന്തൊക്കെയാണ്? മികച്ച തൈകൾ ഉണ്ടാക്കുന്ന രീതികളാണ് നമ്മൾ പരിചയപ്പെട്ടത് അല്ലേ? ലെയറിങ്ങും ഗ്രാഫ്റ്റിങ്ങും ബഡ്ഡിങ്ങും എല്ലാം. ഇപ്പം നമ്മൾ 3 കാര്യങ്ങളാണ് പഠിച്ചത്: ലെയറിങ്, ഗ്രാഫ്റ്റിങ്, ബഡ്ഡിങ്. ഇനി അടുത്തതായിട്ട് വർഗസങ്കരണം, ഹൈബ്രിഡൈസേഷൻ. വർഗസങ്കരണം അതായത് ഹൈബ്രിഡൈസേഷൻ എന്ന് വെച്ചാൽ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2 മുളക് ചെടികളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് സാധാരണ പച്ചമുളക്, നമ്മൾ കറിയിലൊക്കെ ഇടുന്ന സാധാരണ പച്ചമുളക്. പിന്നെ അടുത്ത ചിത്രത്തിൽ കാന്താരി മുളകിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ഈ രണ്ടിനും എന്തൊക്കെ പ്രത്യേകതകളുണ്ട് എന്നുള്ളത് നിങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതണം. രണ്ടിനും എന്തൊക്കെ പ്രത്യേകതകളുണ്ട്? രണ്ടിനും നാടൻ പച്ചമുളകിന് നല്ല എരിവൊന്നുമില്ല, പിന്നെ പക്ഷേ കാന്താരമുളകിന് നല്ല എരിവുണ്ട്. അതുമാത്രമല്ല കാന്താരമുളക് ഔഷധ ഗുണമുള്ള ഒരു മുളകാണ്. അപ്പോൾ അതൊക്കെ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക. പിന്നെ ഈ രണ്ട് ഇനങ്ങളുടെയും ഗുണങ്ങളുള്ള, അതായത് ഈ പച്ചമുളകിൻ്റെയും സാധാരണ പച്ചമുളകിൻ്റെയും ഈ കാന്താരി മുളകിൻ്റെയും ഗുണങ്ങളുള്ള ഒരു മുളക് ചെടി ഉണ്ടാക്കാൻ സാധിച്ചാൽ അതിന് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതണം. രണ്ടിൻ്റെയും പ്രത്യേകതകൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതണം. ഇനിയുള്ളത് പോളിനേഷൻ. ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പോളിനേഷൻ വഴിയാണ് വിത്തുണ്ടാകുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്. സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും ഒക്കെ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്. സ്വപരാഗണം ആൻഡ് പരപരാഗണം ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വിത്തുണ്ടാകുന്നത് പോളിനേഷൻ വഴി, പരാഗണം വഴിയാണ്. അപ്പോൾ ഈ വിവിധ പരാഗണ രീതികൾ കഴിഞ്ഞ വർഷം പഠിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലൊരു മത്തൻ ചെടിയുടെ പോളിനേഷൻ ചിത്രീകരിച്ചിട്ടുണ്ട്, അത് നോക്കുക. ആദ്യം കൊടുത്തിരിക്കുന്നത് സെൽഫ് പോളിനേഷൻ സ്വപരാഗണമാണ്, പിന്നെ കൊടുത്തിരിക്കുന്നത് പരപരാഗണമാണ്. ചോദ്യം: സ്വപരാഗണത്തിലാണോ പരപരാഗണത്തിലാണോ രണ്ട് സസ്യങ്ങളുടെ ഗുണങ്ങൾ കൂടിച്ചേരുന്നത്? എന്തുകൊണ്ട്? ഏതിലായിരിക്കും? പരപരാഗണത്തിലാണല്ലേ. അതായത് സ്വപരാഗണം എന്ന് പറഞ്ഞാൽ ഒരു ചെടിയിൽ തന്നെയുള്ള അതായത് ഇപ്പോൾ രണ്ട് പൂക്കൾ, ആ രണ്ട് പൂക്കൾ വെച്ചുള്ള പരാഗണം. ഒരു ചെടിയിൽ തന്നെ രണ്ട് പൂക്കൾ. പക്ഷേ പരപരാഗണം എന്ന് പറഞ്ഞാൽ രണ്ട് ചെടികളിലെ രണ്ട് പൂക്കൾ വെച്ച്. അപ്പോൾ രണ്ട് ചെടികളിലെ ഗുണങ്ങൾ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ക്രോസ് പോളിനേഷൻ അഥവാ പരപരാഗണം വേണം അല്ലേ. ഇനി അടുത്തത് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നമ്മൾ കഴിഞ്ഞ വർഷം 6ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. കൃത്രിമ പരാഗണം. കൃത്രിമ പരാഗണം എങ്ങനെയാണെന്ന് താഴെ നൽകിയിട്ടുണ്ട്. അത് അതിൻ്റെ ഘട്ടങ്ങൾ, വിവിധ ഘട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിക്കാം. സ്വപരാഗണം തടയുന്നതിന് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നു. സ്വപരാഗണം തടയുന്നതിന് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നു. അടുത്ത ഘട്ടം, ഈ പൂവിൽ മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗരേണുക്കൾ എത്താതിരിക്കാൻ പൂവ് പൊതിഞ്ഞു കെട്ടുന്നു. അടുത്ത ഘട്ടം എന്താണ്? ഈ പൂവിൽ മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗരേണുക്കൾ എത്താതിരിക്കാൻ പൂവ് പൊതിഞ്ഞു കെട്ടുന്നു. 3ാമത്തെ ഘട്ടം, ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയിലെ പൂവിൽ നിന്ന് പരാഗരേണുക്കൾ ബ്രഷിൽ ശേഖരിക്കുന്നു. ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയിലെ പൂവിൽ നിന്ന് പരാഗരേണുക്കൾ ബ്രഷിൽ ശേഖരിക്കുന്നു. പിന്നെയോ, ശേഖരിച്ച പരാഗരേണുക്കൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് പതിപ്പിക്കുന്നു. ശേഖരിച്ച പരാഗരേണുക്കൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് പതിപ്പിക്കുന്നു. ലാസ്റ്റ് ഘട്ടം എന്താണ്? മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗണം തടയുന്നതിനായി ഈ പൂവ് വീണ്ടും പൊതിഞ്ഞു കെട്ടുന്നു. അപ്പോൾ ആർട്ടിഫിഷ്യൽ പോളിനേഷനാണ് ഇപ്പോൾ വായിച്ചത്. 1, 2, 3, 4, 5 ഘട്ടമുണ്ട് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. അത് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഒരു ചോദ്യം താഴെ കൊടുത്തിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എപ്പോഴാണ്? അനുയോജ്യമായ കോളങ്ങളിൽ ടിക്ക് അടയാളം ചേർക്കൂ. പൂവ് വിരിഞ്ഞ ഉടൻ, പൂവ് നന്നായി വിരിഞ്ഞ ശേഷം, പൂവ് വാടാൻ തുടങ്ങുമ്പോൾ. അപ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ എപ്പോഴായിരിക്കും ചെയ്യേണ്ടത്? എപ്പോഴായിരിക്കും? പൂവ് നന്നായിട്ട് വിരിഞ്ഞ ശേഷം. അപ്പം പൂവ് നന്നായി വിരിഞ്ഞ ശേഷം എന്നുള്ള കോളത്തിൽ ടിക്ക് ചെയ്യുക. ആഫ്റ്റർ ദി ഫ്ലവർ ഹാസ് ഫുള്ളി ബ്ലൂംഡ്, ആ കോളത്തിൽ ടിക്ക് ചെയ്യുക. ഇനി ഹൈബ്രിഡൈസേഷൻ. എന്താണ് ഹൈബ്രിഡൈസേഷൻ? വർഗസങ്കരണം എന്ന് പറഞ്ഞാൽ ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. ഇങ്ങനെ ഉണ്ടാക്കുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. ഇവയാണ് സങ്കരയിന വിത്തുകൾ. ഹൈബ്രിഡൈസേഷനാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, എന്നിട്ടാണ് പോളിനേഷനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ്റെ നിർവചനം എന്ന് പറയുന്നത് ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ രണ്ടു ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന
പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം, ഹൈബ്രിഡൈസേഷൻ. ഇങ്ങനെ ഉണ്ടാക്കുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. ഇവയാണ് സങ്കരയിനം വിത്തുകൾ. ഇപ്പോൾ ഹൈബ്രിഡ് സീഡ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇങ്ങനെ ഉണ്ടാക്കുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. ഇവയാണ് ഹൈബ്രിഡ് സീഡ് അഥവാ സങ്കരയിനം വിത്തുകൾ. ഇനി കുറച്ച് ഹൈബ്രിഡ് സീഡ്, ഈ സങ്കരയിനം വിത്തുകൾ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കാം ഏതൊക്കെയാണെന്ന്. പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഹൈബ്രിഡ് സീഡ്സ് അതായത് സങ്കരയിനം വിത്തുകളുടെ പേരും. മുളകിൽ ഉജ്ജ്വല ജ്വാലാമുഖി, ഇതൊക്കെ ഹൈബ്രിഡ് വിത്തുകളാണ്. പിന്നെ പയറിൽ ജ്യോതിക, ഭാഗ്യലക്ഷ്മി. പിന്നെ നെല്ല് പവിത്ര, അന്നപൂർണ. തെങ്ങ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. വെണ്ട സൽകീർത്തി, കിരൺ. അങ്ങനെ ഹൈബ്രിഡ് സീഡ്, സങ്കരയിന വിത്തുകൾ മുളകിൻ്റെയും പയറിൻ്റെയും നെല്ലിൻ്റെയും തെങ്ങിൻ്റെയും വെണ്ടയുടെയും. അപ്പം മുളക് ഉജ്ജ്വല ജ്വാലാമുഖി, പയർ ജ്യോതിക, ഭാഗ്യലക്ഷ്മി, നെല്ല് പവിത്ര, അന്നപൂർണ, തെങ്ങ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, വെണ്ട സൽകീർത്തി, കിരൺ. അപ്പോൾ ഇങ്ങനെയുള്ള വിത്തുകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്, അതായത് ഈ ഹൈബ്രിഡൈസേഷൻ വഴി ഉൽപ്പാദിപ്പിക്കുന്ന വിത്തുകൾ, ഇത് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലൂടെയാണ്. ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെ നിന്നാണ്? കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലാണ്. ഈ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിത്തുകൾ അങ്ങനെ കർഷകരിലേക്ക് എത്തിക്കുന്നു. ഇനി കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ, അഗ്രികൾച്ചറൽ റിസർച്ച് സെൻറ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ് കേരളത്തിലെ. കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി, തൃശ്ശൂരിലുള്ള മണ്ണുത്തി എന്ന സ്ഥലത്താണ് കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാല. വിവിധ ഇനം വിളകൾ, മൃഗങ്ങൾ, പക്ഷികൾ മുതലായവയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും വിജ്ഞാന വ്യാപന പരിപാടികളുമാണ് മുഖ്യ പ്രവർത്തനങ്ങൾ. കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? തൃശ്ശൂർ മണ്ണുത്തി എന്നുള്ള സ്ഥലത്താണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണിത്. പിന്നെ ഇവിടെ എന്തൊക്കെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? വിവിധ ഇനം വിളകൾ, മൃഗങ്ങൾ, പക്ഷികൾ മുതലായവയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളുണ്ട്. പിന്നെയും വിജ്ഞാന വ്യാപന പരിപാടികളുമുണ്ട്. അടുത്തത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. അടുത്തത് തിരുവനന്തപുരത്തുള്ള ശ്രീകാര്യം എന്നുള്ള സ്ഥലത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെ എന്തായിരിക്കും? പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ? കിഴങ്ങ് വർഗ്ഗങ്ങളെ പറ്റിയുള്ള പഠനവും അവയുടെ ഉൽപാദനവുമാണ് ഇവിടെ നടക്കുന്നത്. കിഴങ്ങ് വർഗ്ഗങ്ങളെ പറ്റിയുള്ള പഠനവും അവയുടെ ഉൽപാദനവുമാണ് ഇവിടെ നടക്കുന്നത്. അടുത്തതോ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോട്ടയം. അപ്പോൾ കോട്ടയത്ത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ എന്തായിരിക്കാം? അത്യുൽപാദന ശേഷിയുള്ളതും വിവിധ ഭൂവിഭാഗങ്ങൾക്ക് അനുയോജ്യവുമായ റബ്ബർ ഇനങ്ങൾ വികസിപ്പിക്കുന്നു. കോട്ടയത്തുള്ള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തൊക്കെയാണ്? അത്യുൽപാദന ശേഷിയുള്ളതും വിവിധ ഭൂവിഭാഗങ്ങൾക്ക് അനുയോജ്യവുമായ റബ്ബർ ഇനങ്ങൾ വികസിപ്പിക്കുന്നു. പിന്നെ കാസർഗോഡുള്ള കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡ്. തെങ്ങ്, കവുങ്ങ്, കൊക്കോ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഗവേഷണമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഏതൊക്കെ പഠിച്ചു നമ്മളിപ്പോൾ? കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ: കേരള കാർഷിക സർവകലാശാല തൃശ്ശൂർ മണ്ണുത്തി, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്.
ഇനി നിങ്ങളുടെ പ്രദേശത്തെ ഏതെങ്കിലും കാർഷിക ഗവേഷണ കേന്ദ്രം ഉണ്ടോ, അങ്ങോട്ടൊരു പഠനയാത്ര സംഘടിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. 2 കുട്ടികളുടെ സംഭാഷണം കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടി പറയുന്നു, ഇത് സൽകീർത്തി ഇനമാണ്, നിറയെ കായ്കൾ കണ്ടോ. അടുത്ത കുട്ടി പറയുകയാണ്, ഞാനും സൽകീർത്തി തന്നെയാണ് നട്ടത്, പക്ഷേ വിളവ് കുറഞ്ഞുപോയി. സൽകീർത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? വെണ്ട. ഹൈബ്രിഡ് സീഡ് ഉപയോഗിച്ച് നട്ട വെണ്ടയുടെ പേരാണ് സൽകീർത്തി. സൽകീർത്തി വെണ്ട നട്ടിട്ട് ഒരു കുട്ടിക്ക് നിറയെ കായ ഉണ്ടായി, മറ്റേ കുട്ടിക്ക് നിറയെ കായ ഉണ്ടായില്ല. എന്തായിരിക്കും കാരണം? എന്തായിരിക്കും? 2 പേരും നട്ട ഒരേ ഇനം വെണ്ട തന്നെയാണ്, പക്ഷെ ഒരാൾക്ക് വിളവ് കൂടി, ഒരാൾക്ക് വിളവ് കുറഞ്ഞു പോയി. അതിനുള്ള കാരണം എന്താണ്? മികച്ച വിളവ് കിട്ടാൻ നല്ല വിത്ത് മാത്രം പോരാ, അല്ലേ? മികച്ച വിളവ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല വിത്ത് മാത്രം പോരാ, മറ്റൊരുപാട് കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കണം. അതെന്തൊക്കെയായിരിക്കാം? നല്ല മണ്ണായിരിക്കണം, വളക്കൂറുള്ള മണ്ണായിരിക്കണം. പിന്നെയോ കീടനിയന്ത്രണം, അല്ലേ? നമ്മൾ കീടങ്ങളെയൊക്കെ നിയന്ത്രിക്കണം. അതായത് ചെടികൾ നട്ട് കഴിയുമ്പോൾ ഒരുപാട് കീടങ്ങളൊക്കെ വരും, അപ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ തേടണം. പിന്നെയോ നന്നായിട്ട് ജലസേചനം, അല്ലേ? വെള്ളം, വാട്ടർ ഫെസിലിറ്റീസ് വേണം. പിന്നെയോ സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത, നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലമായിരിക്കണം. പിന്നെയോ നന്നായിട്ട് പരിചരിക്കണം. പിന്നെയോ കളനിയന്ത്രണം, കാലാവസ്ഥ അനുയോജ്യമായിരിക്കണം. ഇതെല്ലാം ഉണ്ടെങ്കിലാണ് നല്ല വിളവ് ലഭിക്കുകയുള്ളൂ. എത്ര നല്ല വിത്ത് നട്ടാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതായത് വളക്കൂറുള്ള മണ്ണായിരിക്കണം, കീടനിയന്ത്രണം, ജലസേചനം, സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത, പരിചരണം, കളനിയന്ത്രണം, അനുയോജ്യമായ കാലാവസ്ഥ, ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ് നല്ല വിളവ് ഉണ്ടാവുന്നത്. അടുത്തത് വളക്കൂറുള്ള മണ്ണ്, ഫെർട്ടൈൽ സോയിൽ ലഭിക്കാനായിട്ട് എന്താണ് വേണ്ടത്? നല്ല വളക്കൂറുള്ള മണ്ണിന് നല്ല വളപ്രയോഗം വേണം, അല്ലേ? നല്ല വളപ്രയോഗം വേണം. അതിൽ ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ പ്രദേശത്തെ കർഷകർ സാധാരണ ഏതെല്ലാം വളങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്? പ്രദേശത്തെ കർഷകരുമായി അഭിമുഖം നടത്തി ലിസ്റ്റ് ചെയ്യൂ. അപ്പോൾ നല്ല വിളവ് ലഭിക്കാനായിട്ട് നല്ല വളപ്രയോഗം വേണം. നിങ്ങളുടെ പ്രദേശത്തുള്ള കർഷകരുമൊക്കെയുമായിട്ട് നിങ്ങൾ അഭിമുഖം നടത്തി അത് ലിസ്റ്റ് ചെയ്യാനാണ്. ആ കർഷകർക്ക് ഏതൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കണം. അപ്പോൾ ഇതിൽ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്, ചാണകം, യൂറിയ. പിന്നെ എന്തൊക്കെയായിരിക്കും ഒന്ന് ആലോചിക്ക്. പിന്നെ മണ്ണിര കമ്പോസ്റ്റ്, പച്ചില വളം, പിന്നെ എല്ലുപൊടി, മീൻ വളം, ഇതെല്ലാം മണ്ണിൽ നല്ല വിളവ് ലഭിക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന വളങ്ങളാണ്. മണ്ണിൻ്റെ ഫലപുഷ്ടിക്ക് വേണ്ടിയിട്ടും നല്ല വിളവ് ലഭിക്കുവാനും. ഏതൊക്കെയാണ്? ചാണകം, യൂറിയ, മണ്ണിര കമ്പോസ്റ്റ്, പച്ചില വളം, എല്ലുപൊടി, മീൻ വളം. ഇതൊക്കെ ജൈവ വളങ്ങളാണ്. പിന്നെ എന്താണ്? താഴെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പരിശോധിച്ചിട്ട് അതിലെ ജൈവവളമെന്നും രാസവളമെന്നും വേർതിരിക്കണം. അതിനെ എക്സാമിൻ ചെയ്തിട്ട് ഓർഗാനിക് എന്നും കെമിക്കൽ എന്നും വേർതിരിക്കണം. അപ്പോൾ ഓർഗാനിക് ഏതൊക്കെയാണ്? കമ്പോസ്റ്റ് വളം. കമ്പോസ്റ്റ് ഏതായിരിക്കും? അത് ജൈവവളമാണ്, അല്ലേ? NPK വളം ഒരു സഞ്ചിയിൽ, ഒരു ചാക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കെമിക്കലായിരിക്കും, രാസവളമാണ്. പിന്നെ അടുത്തത് എല്ലുപൊടി. അതെന്താണ്? ബോൺമീൽ. അത് ജൈവവളം തന്നെയാണ്. പിന്നെ ചിക്കൻ മാനുവർ അഥവാ കോഴിക്കാഷ്ടം, അതെന്താണ്? അത് ജൈവവളമാണ്. അപ്പോൾ കമ്പോസ്റ്റ് വളം, NPK വളം, എല്ലുപൊടി, കോഴിക്കാഷ്ടം. ഇതിൽ NPK മാത്രമാണ് കെമിക്കൽ മാനുവറുള്ള, ബാക്കിയെല്ലാം എന്താണ്? ജൈവ വളങ്ങളാണ്. അടുത്തത് ജൈവവളങ്ങൾ, രാസവളങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് എഴുതണം. നമ്മൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതണം. അതിൽ ജൈവവളങ്ങൾ, അതിൽ ചാണകം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. രാസവളങ്ങൾ യൂറിയ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ജൈവവളങ്ങൾ വേറെ ഏതൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു. ഏതൊക്കെയായിരിക്കാം? മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി, പച്ചില വളം, മീൻ വളം, ആട്ടിൻകാഷ്ടം, ഇതൊക്കെ ജൈവവളമാണ്. മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി, പച്ചില വളം, മീൻ വളം, ആട്ടിൻകാഷ്ടം. പിന്നെ രാസവളങ്ങൾ, കെമിക്കൽ ഫെർട്ടിലൈസർ ഏതൊക്കെയായിരിക്കും? യൂറിയ, NPK, പിന്നെ എന്താണ്? അമോണിയം നൈട്രേറ്റ്, കാൽഷ്യം നൈട്രേറ്റ്, മോണോ അമോണിയം ഫോസ്ഫേറ്റ്. അപ്പോൾ ഇത് നമ്മൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തി എഴുതാനുള്ളതാണ്. രാസവളങ്ങൾ, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, യൂറിയ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി നിങ്ങൾ എഴുതുക. NPK, അമോണിയം നൈട്രേറ്റ്, കാൽഷ്യം നൈട്രേറ്റ്,
മോണോ അമോണിയം ഫോസ്ഫേറ്റ്. അപ്പോൾ ജൈവവളം ഒന്നുകൂടെ പറയാം. ജൈവവളങ്ങൾ ചാണകം, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി, പച്ചിലവളം, മീൻവളം, ആട്ടിൻ കാഷ്ടം. മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി, പച്ചിലവളം, മീൻവളം, ആട്ടിൻ കാഷ്ടം. പിന്നെ രാസവളം ഏതൊക്കെയായിരിക്കും? യൂറിയ, NPK, അമോണിയം നൈട്രേറ്റ്, കാൽഷ്യം നൈട്രേറ്റ്, മോണോ അമോണിയം ഫോസ്ഫേറ്റ്. ഇനി ഒരു ബോക്സിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നും പറഞ്ഞ് വായിക്കുവാൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിക്കാം. ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞനാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വികസിപ്പിക്കുകയും കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുകയും അതുവഴി ഭക്ഷ്യോൽപാദന മേഖലയിൽ കുതിച്ചുചാട്ടം സാധ്യമാക്കുകയും ചെയ്തു. തെക്കുകിഴക്കേഷ്യയിലെ മിക്ക രാജ്യങ്ങളെയും പട്ടിണിയിൽ നിന്ന് കരകയറ്റിയത് അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളായിരുന്നു. മാക്സസെ വേൾഡ് ഫുഡ് പ്രൈസ്, പത്മഭൂഷൺ എന്നീ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന കൃഷിശാസ്ത്രജ്ഞനാണ്. ഇതൊക്കെ നമുക്ക് ഒരു ക്വിസിനൊക്കെ ചോദിക്കുന്നതാണ് അല്ലേ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ഡോക്ടർ MS സ്വാമിനാഥൻ. പിന്നെ എന്താണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ അദ്ദേഹം വികസിപ്പിച്ചു, അത് കർഷകർക്കിടയിൽ പ്രചരിപ്പിച്ചു, അതുവഴി ഭക്ഷ്യോൽപാദന മേഖലയിൽ കുതിച്ചുചാട്ടം നടത്തി. അങ്ങനെ എന്ത് ചെയ്തു? ഭക്ഷ്യോൽപാദന മേഖലയിൽ കുതിച്ചുചാട്ടം നടത്തി. പിന്നെയും തെക്ക് കിഴക്ക് ഏഷ്യയിലെ പല രാജ്യങ്ങളെയും പട്ടിണിയിൽ നിന്ന് കരകയറ്റിയത് അദ്ദേഹത്തിൻ്റെ പരിശ്രമമായിരുന്നു. ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. മാക്സസെ വേൾഡ് ഫുഡ് പ്രൈസ്, പത്മഭൂഷൺ, അങ്ങനെ കുറേ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 2023 അദ്ദേഹം അന്തരിച്ചു. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. ഇനി നമുക്ക് വളങ്ങളുടെയും രാസവളങ്ങളുടെയും പ്രത്യേകതകൾ പഠിക്കുവാനുണ്ട്. പിന്നെ കീടനിയന്ത്രണം, ജൈവ നിയന്ത്രണമൊക്കെ പഠിക്കാനുണ്ടാകും. നമുക്ക് അടുത്ത ഭാഗത്തിൽ പഠിക്കാം. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് നമുക്ക് തീർക്കാം. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.